സൺഡേ രാത്രി 10 മണിയായപ്പോ അബി എൻ്റെ അടുത്ത് പറയാ എനിക്ക് നല്ല ബീഫ് കറി കഴിക്കാൻ കൊതിയായിട്ട് വരുന്നു. പാവല്ലേ, എന്നോട് എപ്പോഴും ഇങ്ങനൊന്നും പറയാറില്ലല്ലോ, എന്നാ പിന്നെ ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അബിയെ നേരെ ബീഫ് വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാനിവിടെ മസാലാസിന്റെ ഒക്കെ പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഈ ബീഫ് കറിയും ഞങ്ങളുടെ റിലേഷൻഷിപ്പിലും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് കേട്ടോ. എന്താന്നല്ലേ, ഞങ്ങൾ 3rd ഇയർ പഠിക്കുന്ന കാലം. അന്നൊരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോയ വഴിക്ക് അബി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ അമ്മയുടെ ഹെൽപ്പ് ഒന്നുമില്ലാതെ എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തുകൊണ്ട് വരണമെന്ന്. ഞാൻ പെട്ടില്ലേ ഗൈസ്. അന്നായിരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ഒരു സംഭവം മെയിനായിട്ട് ഉണ്ടാക്കാനായിട്ട് കയറുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചു പേർക്കൊക്കെ അറിയാലോ, അബി നല്ല അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ളൊരു ടെസ്റ്റാണെന്ന്. ഈ ടെസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലും പാസ്സാവണമല്ലോ, എന്നാലല്ലേ അബിയുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ 100% വിട്ട് അന്ന് ഞാനൊരു ബീഫ് കറി ഉണ്ടാക്കി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതായിരിക്കും എൻ്റെ 2nd അറ്റംപ്റ്റ്. അപ്പോൾ അന്നത്തെ ബീഫ് കറി അബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഉറപ്പാണ് അന്നത്തെ ആ കറി പാളിപ്പോയിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ബീഫ് കറി കഴിച്ചിട്ട് അബി എന്താ എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ?